വേഗം റെഡി ആവണേ, ഓട്ടോ വന്നിട്ടുണ്ട്. ആ വെള്ള ഷർട്ട് ഇട്ട് അങ്ങനെ എവിടെ? ആ വെള്ള ഷർട്ട് ഇട്ട് അങ്ങനെ എവിടെയാന്ന്? കാര്യം തന്നെയാ. രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഓട്ടം പോയില്ലേ? അങ്ങനെ പേരെന്തോന്ന് ക്ലീറ്റോയാ? ആ രാവിലെ ഇവിടെ നിന്ന് ഓട്ടം പോയില്ലേ? ആദ്യം കൊച്ചിനെ കൊണ്ട് സ്കൂളിലാക്കി. അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇറക്കേ MLA കാണണമെന്ന് പറഞ്ഞു. അവിടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ സെക്രട്ടേറിയറ്റിൽ പോയി. അവിടെ 3 മണിക്കൂറാണ് വെയിറ്റ് ചെയ്തത്. എന്നിട്ട് അയാളെ കാണാനില്ല. ആ എനിക്കറിയില്ല, ഇവിടെ അകത്ത് കാണും. വിളി അങ്ങനെ ഇവിടെ വന്നിട്ടില്ലേ? എന്തായാലും എന്റെ പൈസ ഇട്ടിട്ടേ ഞാൻ പോണുള്ളൂ. പൈസ വാങ്ങിച്ച ക്ലീറ്റസിന്റെ ഇവിടെ അതാണ്. അവിടെ പോയി അതാണ്. ഇവിടെ ഇരുന്ന കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന കുഴപ്പമുണ്ട്. ഇയാളെന്തിനാ ഇവിടെ വന്നിരിക്കണേ? എന്റെ പൈസ എനിക്ക് അയാളെ വിളി. അതെ, ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിച്ചെന്ന് നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന മനുഷ്യരാണ് അവര്. അപ്പൊ അവർക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്തിരുന്നത്? ഞാൻ 3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് സെക്രട്ടറിയിൽ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പറ്റൂല്ലെങ്കിൽ അത് അപ്പൊ പറയണം. അത് കൊള്ളാം, നല്ല കാര്യം. എടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാതെ വീട്ടിൽ വന്നൊന്ന് ബഹളം ഉണ്ടാക്കുന്ന അതൊന്നും നടക്കൂല. നിങ്ങൾ പോവാൻ നോക്ക്. ഞാൻ ബഹളം ഉണ്ടാക്കുന്നില്ല, എന്റെ പൈസ താ, ഞാൻ അങ്ങ് പോവാ. ഒരു ദിവസത്തെ 600 രൂപ. രാവിലെ ഇറങ്ങാൻ നേരത്തെ എന്താ പറഞ്ഞെടുത്ത്? ഇവ എന്തോ കുഴപ്പത്തിൽ ചാടാൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്നെ നെഗറ്റീവ് അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ശപിച്ചിട്ട് ഇറങ്ങി പോണുണ്ട്. ഇപ്പൊ എന്നിട്ടെന്തായി? അവര് കാത്തിക്കുന്ന ഒരു സമയമല്ലേ? എത്ര സമയം വെയിറ്റ് ചെയ്തെന്നറിയാമോ? അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്റെ ആങ്ങൾ അത് സമ്മതിക്കൂല. നിങ്ങൾ പോവാൻ നോക്കിക്കേ. പൈസ വാങ്ങിച്ചതാണ് ഇത്തിരി. പൈസ വാങ്ങിച്ചതാ. ഞാനല്ലോ ഓടിയത്. ആ ഓടിയ ആള് തരും. അയാളെ വിളി എന്ന് പറഞ്ഞ ഒരു ആവശ്യത്തിന് പോയേക്കുന്ന മനുഷ്യനല്ലേ. അത് കഴിയുമ്പോഴേ വരാൻ പറ്റുള്ളൂ. അയാൾ അവിടെ സെക്രട്ടറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മര്യാദ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ വാങ്ങിച്ചതാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ കറക്റ്റ് ആയിരിക്കണം. നീ ആഹാരം പോലും കഴിച്ചില്ല. ആഹാരം കഴിക്കാനല്ലേ വണ്ടി കൊടുത്തത്? നിനക്ക് ഒരു ഓട്ടോ കിട്ടിയ പോരെ? എനിക്കൊരു ആവശ്യമുണ്ട്. അയ്യോ എന്റെ പൊന്നെണ്ണ, രാവിലെ ഒരു ഓട്ടം കിട്ടിയോടെ മതിയായി. ഇനി എനിക്ക് വയ്യ ഒരു ഓട്ടം കൂടെ താങ്ങാൻ. ഇനി ആ പൈസ വാങ്ങിച്ചെന്ന് ഞാൻ പോവാം. നീ എത്തിപ്പോ ഞാൻ തന്നെ വേറെ ഓട്ടോ അടിച്ചിട്ടുണ്ട്.